ഹായ് ആൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് നമ്മൾ MPC 012, അതായത് ക്ലിനിക്കൽ സൈക്കോളജിയുടെ പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്നുള്ള പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. റെഗുലർ ക്ലാസ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുള്ളിൽ ഏകദേശം ഫ്രീ ക്ലാസ്സസ് ഒക്കെ നമ്മൾ എടുത്ത് തീർക്കുന്നത്. അപ്പൊ സൈക്കോ ഡയഗ്നോസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് മാത്രം, അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക IQ ടെസ്റ്റ്, അല്ലെങ്കിൽ EQ ടെസ്റ്റ്, ഇത് മാത്രം ചെയ്തെന്ന് വെച്ചിട്ട് ഒരാളെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. അതായത് ഒരാളുടെ മാനസിക രോഗം എന്താണ്, അല്ലെങ്കിൽ ആൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കംപ്ലീറ്റ്ലി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോ വിവിധ ടെസ്റ്റുകൾ, അത് ഇന്റർവ്യൂ, അത് ഒബ്സർവേഷൻ, ടെസ്റ്റസ്, ഇതിലൊക്കെ കൂടെ ചേർത്ത് വെച്ചൊരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടാക്കണം. എന്റെ സാർ ഈ അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 10 മിനിറ്റ് സംസാരിച്ച് ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ഗുളിക എഴുതി അല്ലെങ്കിൽ ഒരു മരുന്ന് എഴുതി തരികയാണെങ്കിൽ അത് നിങ്ങൾ കഴിക്കരുത്. വളരെ സത്യമാണ്. കാരണം വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന്റെ മാനസിക രോഗം കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. നാഡിഞരമ്പ് പിടിച്ചാലോ, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു സ്കാനിങ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്റേ എടുത്താലോ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിൻ്റെത് അങ്ങനെയല്ല. ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിസിലേക്ക് എത്തുക. അതായത് സൈക്കോ ഡയഗ്നോസിസ്, സൈക്കോളജിക്കൽ ഡയഗ്നോസിസിലേക്ക് എത്തുക ഒരു സിംഗിൾ കാര്യങ്ങൾ കൊണ്ടല്ല, ഒത്തിരി കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് നമ്മൾ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിലേക്ക് എത്തുക. അപ്പൊ എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്, ഡെഫിനിഷൻ, കോൺസെപ്റ്റ്, ഡിസ്ക്രിപ്ഷൻ. എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്നുള്ളതിന്റെ ഡെഫിനിഷനും കോൺസെപ്റ്റും ഡിസ്ക്രിപ്ഷനും ഒക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ഒന്ന് ഫാൻ ഇട്ടാക്കാൻ. നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ. Intelligent tests, personality tests, behavioral assessments, and clinical interviews all yield potentially important information about the person being tested. But none of these techniques provide an overall assessment of the examinee's level of functioning. കണ്ടോ, ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് തന്നെ ചെയ്യാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാണ്, ബിഹേവിയറൽ അസസ്മെന്റ് ചെയ്യാണ്, ക്ലിനിക്കൽ ഇന്റർവ്യൂ ചെയ്യാണ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. പക്ഷെ ഇത് ഒരെണ്ണം മാത്രം ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടത്തില്ല, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടത്തില്ല. അതായത് ഇന്റലിജൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യും, പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യും, ബിഹേവിയറൽ അസസ്മെന്റ് ഒക്കെ ചെയ്യും. ഓരോന്നും ഓരോ എണ്ണം വെച്ച് ചെയ്തെന്ന് വെച്ചിട്ട് ഒരാളുടെ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടത്തില്ല. അതായത് ഈ ഒരു ടെസ്റ്റുകളും തന്നെ ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ഓവറോൾ പിക്ചർ, അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് ഫങ്ഷനിങ് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതായത് ഒരു ടെസ്റ്റ് മാത്രം ചെയ്തെന്ന് വെച്ചിട്ട് ഒരാൾക്ക് എന്താണ് അസുഖം എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവത്തില്ല. ഇപ്പൊ ഒരു ഷുഗർ ഉണ്ടോ എന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെ നമുക്ക് സ്കിസോഫ്രീനിയ ഉണ്ടോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചുമ്മാ ഒരു പിന്നെ IQ ടെസ്റ്റോ EQ ടെസ്റ്റോ ചെയ്തുകൊണ്ട് കിട്ടത്തില്ല. One major task of psychologists involved in assessment is to evaluate information provided by many tests, interview and observation, and to combine this information to make complex and important judgment about individual. കണ്ടോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഇവാലുവേറ്റ് ചെയ്യുക, ഈ എല്ലാ പിന്നെ ടെസ്റ്റുകളും ഇന്റർവ്യൂവും, അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റുകളും ഇന്റർവ്യൂവും അതുപോലെ തന്നെ ഒബ്സർവേഷൻസ്, ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വലിനെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, when an individual shows evidence of difficulty in adjusting the demand of daily life അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളടുത്ത് വരികയാണെങ്കിൽ a clinician must decide whether therapy would be helpful, and if so, what type of therapy would be most appropriate. ഉണ്ടോ, തെറാപ്പി ഹെൽപ്ഫുൾ ആണോ, ഏത് ടൈപ്പ് തെറാപ്പിയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. സൈക്കോളജിസ്റ്റ് ഓൾസോ ആർ കോൾഡ് ടു അസസ് ദ ഇൻഡിവിജ്വൽ ഇൻ എ വെറൈറ്റി ഓഫ് നോൺ ക്ലിനിക്കൽ സെറ്റിംഗ്സിലും അസസ് ചെയ്യേണ്ടി വരും. അതായത് വെറും സൈക്കോളജിക്കൽ ടെസ്റ്റ് മാത്രമല്ല, ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും, ഒബ്സർവ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ ഓവറോൾ അസസ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ബിഗ് പിക്ചർ എടുക്കുക.
നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ, അതായത് വെറും ക്ലിനീഷ്യൻസ് മാത്രം ഒന്നല്ല അസസ്മെന്റ് ചെയ്യുക, സ്കൂൾ സൈക്കോളജിസ്റ്റും അസസ് ചെയ്യും. അവരെന്തൊക്കെയാ ചെയ്യുക? മൈറ്റ് കൺസിഡർ ഇൻഫർമേഷൻ അബൌട്ട് എ ചൈൽഡ്സ് ഇന്റലക്ച്വൽ പെർഫോമൻസ്, സോഷ്യൽ സ്കിൽ ആൻഡ് ഹോം എൻവയോൺമെന്റ് ഇൻ റെക്കമെൻഡിംഗ് പ്ലേസ്മെന്റ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. Industrial psychologists may be asked to evaluate management trainees who participate in a series of assessment exercises. കണ്ടോ, നോൺ ക്ലിനിക്കൽ സെറ്റിംഗ്സിലും അസസ്മെന്റ് നടക്കും സൈക്കോളജിസ്റ്റ്. ഇപ്പൊ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിലോ അവര് ടീച്ചറോട് സംസാരിക്കും, കുട്ടിയുടെ ഓവറോൾ ഫങ്ഷനിങ് നോക്കും, ഐക്യു നോക്കും, സോഷ്യൽ ലെവൽ നോക്കും, എന്നിട്ട് അതൊക്കെ അസസ് ചെയ്തിട്ടാണ് കുട്ടിയുടെ ഓവറോൾ പിക്ചർ എടുക്കുക. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ്, OB സൈക്കോളജിസ്റ്റ് ആണെങ്കിലോ ഒരു ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുന്നേ അയാളുടെ കാര്യങ്ങൾ അസസ് ചെയ്യും. മിലിറ്ററിയിലൊക്കെ എപ്പോഴും ഉണ്ട്, പേഴ്സണാലിറ്റി അസസ് ചെയ്തിട്ടാണ് ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക. അതായത് നമ്മൾ മൊത്തത്തിലൊന്ന് ബിഗ് പിക്ചർ, ഓവറോൾ ഫുൾ പിക്ചർ എടുക്കുന്നതിനെയാണ് ശരിക്കും എന്ന് പറയുന്നത് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അതിൽ സൈക്കോളജിക്കൽ ടെസ്റ്റസ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും, അതിൽ ഒബ്സർവേഷൻ ഉണ്ടാവും, എല്ലാം വരും. In each case, it is assumed that the assessment is more than a simple combination of test score. It is a judgment on a part of a trained professional. കേട്ടോ, ഒരു സിമ്പിൾ കോമ്പിനേഷൻ എല്ലാ ടെസ്റ്റിനും, ഒബ്സർവേഷനിൽ ഇങ്ങനെ, പിന്നെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ, ടെസ്റ്റിൽ ഇങ്ങനെ, ഈ സ്കോർ ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്കോർ ഉണ്ടാക്കല്ല. അത് ഒരു ട്രെയിൻഡ് പ്രൊഫഷണല് ഇന്റർവ്യൂ ചെയ്യുന്നു, അയാൾ ഒബ്സർവ് ചെയ്യുന്നു, അയാളുടെ കുറെ സംസാരിക്കുന്നു, ചിലപ്പോൾ വേണ്ടി വന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാ വിവരങ്ങളും കൂടി ചേർത്തിട്ട് അത് ചിലപ്പം ബൈസ്റ്റാൻഡറോട് സംസാരിക്കും, എന്നിട്ടാണ് താങ്കൾക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആൻസൈറ്റി ആണെന്ന് തോന്നുന്നു എന്ന് പറയും. Although expert judgment plays a part in each form of psychological measurement, the practice of clinical assessment and the implementation of structured assessment program both broadly def as the integration of multiple pieces of information into an overall evaluation of present state of the individual being assessed in somewhat unique that human judgment is integral component of the process. കണ്ടോ, എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് ഒരു ഭാഗം തന്നെയാണ് സൈക്കോളജിക്കൽ മെഷർമെന്റ്. ഇവിടെ ഒരു പ്രാക്ടീസ്, ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് അസസ്മെന്റ് ആണ്. അതായത് പല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യേണ്ടടുത്ത് ഇന്റർവ്യൂ ചെയ്യും, സൈക്കോളജിക്കൽ ടെസ്റ്റസ് ചെയ്യേണ്ടടുത്ത് ടെസ്റ്റ് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഇതിനൊക്കെ കൂടെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഞാൻ ജഡ്ജ് ചെയ്യുക, അതായത് പ്രൊഫഷണൽ ജഡ്ജ് ചെയ്യാൻ ഇയാൾക്ക് ഇന്ന രോഗമാണെന്ന്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമുക്ക് ഒറ്റയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ഇന്റലിജൻസ് ടെസ്റ്റ് മാത്രം ചെയ്തെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്തെന്ന് മാത്രം ചെയ്തെന്ന് വെച്ചിട്ടോ ഒരാളുടെ ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. ഈ എല്ലാ വിവരങ്ങളും കോർത്തിണക്കിയിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതാണ് ഹ്യൂമൻ ജഡ്ജ്മെന്റ്. ഞാൻ ജഡ്ജ് ചെയ്യാം, ഇയാൾക്ക് എന്താണ് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു, എല്ലാ ഭാഗങ്ങളും കൂട്ടിയിണക്കിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കോ ഡയഗ്നോസ്റ്റിക്കിന്റെ ഇൻട്രൊഡക്ഷൻ. ഒന്നുമല്ല, ഒരു ടെസ്റ്റ് തന്നെ ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ഓവറോൾ ഫങ്ഷനിങ് കിട്ടത്തില്ല. പല മെത്തേഡിലൂടെയാണ് അസസ്മെന്റ്. അതായത് ബിഗ് പിക്ചർ ആയിട്ട് കിട്ടണമെങ്കിൽ പല മെത്തേഡ്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, സൈക്കോളജിക്കൽ അസസ്മെന്റ്സ്, ടെസ്റ്റസ്, അതുപോലെ തന്നെ ബൈസ്റ്റാൻഡറോട് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നത്തിന്റെ ഡയഗ്നോസിസ് നമ്മൾ നടത്തുന്നത്. അവിടെ നമ്മൾ ജഡ്ജ് ചെയ്യാണ്. അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ബൈസ്റ്റാൻഡർ പറയുന്ന കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്ത പറ്റുള്ള റിപ്പോർട്ടും റിസൾട്ടും ഒക്കെ കൂടെ. ഓക്കെ ആണോ? എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്നുള്ള ഏകദേശം ഒരു രൂപം കിട്ടിയോ? ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏകദേശം ഒരു രൂപം കിട്ടിയോ? ഓക്കെ ആണോ? വെരി ഗുഡ്. അപ്പൊ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്. Cochin and Schulberg define psychodiagnosis as a process that, എന്താണ് ഡെഫിനിഷൻ? ഈ ഡെഫിനിഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്, ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെക്കേണ്ട. സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്താണെന്നുള്ള ഡെഫിനിഷൻ ക്രോച്ചിനും ഷൽബർഗും ആണ് 1981 പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ അല്ല 6 കാര്യങ്ങളല്ലേ, 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യൂസസ് എ നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ്. ഒത്തിരി പ്രൊസീജിയേഴ്സ്, ഒരു കാര്യം മാത്രമല്ല, ഇന്റർവ്യൂ മാത്രമല്ല, അല്ലെങ്കിൽ ഒബ്സർവേഷൻ മാത്രമല്ല, ഒത്തിരി പ്രൊസീജിയേഴ്സ്. ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, ടേക്കിംഗ് ഡീറ്റെയിൽസ് ഫ്രം ഇൻഫോർമേറ്റ്, അതായത് ബൈസ്റ്റാൻഡറോട് ചോദിക്കുക, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റസ്, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രൊസീജിയേഴ്സിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്റന്റ് ടു ടാപ്പ് വേരിയസ് ഏരിയാസ് ഓഫ് സൈക്കോളജിക്കൽ ഫങ്ഷനിങ്. വെറും ഐക്യു മാത്രം, വെറും പേഴ്സണാലിറ്റി മാത്രമല്ല, ഐക്യു, പേഴ്സണാലിറ്റിയും ഇക്യുവും ഒക്കെ നോക്കുന്നുണ്ട്. both at a conscious and unconscious level functioning നോക്കുന്നുണ്ട്. Using projective test as well as non-objective and standardized test. Projective ടെസ്റ്റുകളും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഒക്കെ യൂസ് ചെയ്യും.
In both the cases, interpretation may rest on symbolic signs as well as scoreable responses. ഞാൻ വീട്ടിലാണ്, കുഞ്ഞിന് വയ്യ, എനിക്കും വയ്യ, കുഞ്ഞിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാട്ടോ. അതാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നത്. അപ്പൊ ഇവിടെ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സിംബോളിക് സയൻസ് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. With the goal of describing individual in personological rather than normative terms, the term psychodiagnostic might be applied for more applied to neutral term clinical assessment. കണ്ടോ, ഇവിടെ സൈക്കോഡയഗ്നോസ്റ്റിക്കിന് നമുക്ക് എന്താ പറയുക, ഒരു ക്ലിനിക്കൽ അസസ്മെന്റിന് ന്യൂട്രൽ ടേം, ഒത്തിരി പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾ ക്ലിനിക്കലി അസസ് ചെയ്യുന്നതിന് ഒരു ഓവറോൾ ടേം ആയിട്ട് നമുക്ക് എന്തിനാ പറയാം? സൈക്കോ ഡയഗ്നോസ്റ്റിക്കിന്. അതായത് വെറും ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണോളജി പറയാ, അല്ലെങ്കിൽ നോർമേറ്റീവ് ടേംസ് പറയാ എന്നൊന്നല്ല. ഇവിടെ സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ടേം ആണ്. കംപ്ലീറ്റ്ലി ക്ലിനിക്കലി ഒരാൾ അസസ് ചെയ്യാണ്. അതിൽ എന്തൊക്കെ അസസ് ചെയ്യുന്നുണ്ടാവും? നമ്മള് ആളുടെ ഐക്യു അസസ് ചെയ്യുന്നുണ്ടാവും, പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്നുണ്ടാവും, ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും, ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ കാര്യങ്ങൾ എടുക്കുക. ഒരു ന്യൂട്രൽ ടേം ആണെന്ന് വരെ പറയാം എന്ത്, നമ്മുടെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്. അപ്പൊ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ എന്തൊക്കെയാ ഉൾപ്പെട്ടിട്ടുള്ളത്? ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ലെവലിലുള്ള കാര്യങ്ങള്, അത് വേരിയസ് ഏരിയാസ് ഓഫ് സൈക്കോളജിക്കൽ ഫംഗ്ഷനിങ്, വെറും ഇന്റലിജൻസോ പേഴ്സണാലിറ്റിയോ മാത്രമല്ല, പല പല ഏരിയാസും ടെസ്റ്റ് ചെയ്ത് അതിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റും ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ സിംബോളിക് ആയിട്ടുള്ള സയൻസ് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ ഓവറോൾ ബിഗ് പിക്ചർ, അയാളുടെ മാനസിക പ്രശ്നം എന്താ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ സൈക്കോ ഡയഗ്നോസ്റ്റിക്. അപ്പൊ ഏതൊക്കെ സൈക്കോ, മാനസികപരമായിട്ടുള്ള ഡയഗ്നോസിസ്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എല്ലാരും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ഒറ്റ സെക്കൻഡ്, വൈഫൈയുടെ വയർ ഒന്ന് കണക്ട് ചെയ്താൽ ഒറ്റ മിനിറ്റ്. Okay. Any the central difference between clinical assessment and other testing application is that the clinician rather than the test is at the center of assessment process. ഒരു ക്ലിനിക്കൽ അസസ്മെന്റിന്റെയും അതർ ടെസ്റ്റിംഗ്, ഇപ്പൊ വെറും EQ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ IQ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റ് മാത്രം ചെയ്യാൻ അറിഞ്ഞാൽ മതി. നേരെ മറിച്ച് ക്ലിനിക്കൽ അസസ്മെന്റ് അങ്ങനെയല്ല. ഇവിടെ ക്ലിനിഷ്യൻ ആണ്. കാരണം ഇത്രയും കാര്യങ്ങള്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് സംസാരിച്ച് മരുന്ന് എഴുതി തരുന്ന സൈക്യാട്രിസ്റ്റ് മരുന്ന് കുടിക്കരുത്. 10 മിനിറ്റ് കൊണ്ടൊന്നും ഒരാളുടെ മാനസിക രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് തന്നെ 2-3 സെഷൻ എടുക്കും പ്രൊവിഷണൽ ഡയഗ്നോസിസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് ഏകദേശം ആണെന്ന് പറയാൻ വരെ ഒരു 2 സെഷനെങ്കിലും വേണം. കംപ്ലീറ്റ് അവരുടെ ചെറുപ്പകാലം, അവരിപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മാനസിക, ശാരീരിക, സാമൂഹിക വെൽബീങ്, ഇതൊക്കെ നോക്കണം. അപ്പൊ ചുമ്മാ ഒരു ടെസ്റ്റ് എടുക്കുന്ന ഒരു പോലെയല്ല ക്ലിനിക്കൽ അസസ്മെന്റ്.
അവിടെ ക്ലിനിഷ്യൻ ആണ്. കാരണം ഈ എല്ലാ കാര്യങ്ങളുടെ ഇപ്പൊ അവരോട് സംസാരിക്കുന്നുണ്ടാവും, അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ബൈ സ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കുന്നുണ്ടാവും, അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യേണ്ടി വരും, അവരുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് നടത്തുക. The clinician has two distinct functions, both of which are essential to the assessment process. Clinician രണ്ട് functions ഉണ്ടെന്നാ പറയുന്നത്. First, the clinician must gather data. Data ഒക്കെ gather ചെയ്യണം. Although standardized tests are used in clinical assessment, projective test, interviews, and behavioral observation represent the clinician's most important measurement tools. നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഒക്കെ ഉപയോഗിക്കും. ഇപ്പൊ ഐക്യൂനാണെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഉണ്ട്, പേഴ്സണാലിറ്റിക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം പോരാ. ഇവിടെ എന്താ പറയുക പ്രത്യേകത, സ്റ്റാൻഡർഡൈസ്ഡ് ഉള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രം പോരാ. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പം ബിഹേവിയർ അസസ്മെന്റ് ചെയ്യേണ്ടി വരും, ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെയും ചെയ്യാനുള്ള പ്രാവീണ്യം ആർക്ക് വേണം? ക്ലിനിഷ്യൻ. ഇതിലൊക്കെ ഈ എല്ലാ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഡാറ്റ ഗ്യാദർ ചെയ്യുക. അതായത് ഒരു പേഷ്യന്റ് നമ്മളടുത്തേക്ക് വരുമ്പം അയാളുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ അയാളുടെ ബൈസ്റ്റാൻഡർ പറയുന്നത് മാത്രമല്ല നമ്മൾ കേൾക്കാം. അയാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യും, അയാളുടെ ഭാവപ്രകടനങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട്, അപ്പം ഡാറ്റ കളക്ട് ചെയ്യും, പല പല സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്ലിനിഷ്യന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഫസ്റ്റ് എന്താ പറയുക ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്യാദർ ഡാറ്റ. The second, the clinician must integrate data from various tests, interviews, and observation to form an overall assessment to the individual. The data gathering function has clear implications for the quality of psychological measurement. അതായത് ഈ കളക്ട് ചെയ്ത ഡാറ്റ, അതായത് പല പല ഏരിയാസ് ഇന്റർവ്യൂ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും, ടെസ്റ്റുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഒബ്സർവ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇന്റർവ്യൂയിലൂടെയാണ് മനസ്സിലായത് ആൾക്ക് ചെറുപ്പകാലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു ട്രോമ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ആൾക്ക് തീരെ എന്താ പറയാ ക്ഷമയില്ല, ഇങ്ങനെ കൈയൊക്കെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ടെസ്റ്റ് എടുത്തപ്പോൾ ഡിപ്രഷന് നേരെ ഒരു മൈൽഡ് ഡിപ്രഷൻ കാണിക്കുന്ന പോലെ. അപ്പൊ ഇതൊക്കെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ജഡ്ജ്മെന്റ് ചെയ്യാം. അതായത് ഈ വേരിയസ് ടെസ്റ്റുകളിൽ നിന്ന്, വേരിയസ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കംപ്ലീറ്റ്ലി നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടാണ് ഒരാൾക്ക് എന്താണ് പ്രശ്നമെന്ന് അസസ് ചെയ്യാം. അപ്പോ ക്ലിനിഷ്യൻ എന്താ ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ എല്ലാ ഡാറ്റയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഓവറോൾ പിക്ചർ എടുക്കേണ്ടത്. ഇപ്പൊ രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് വേരിയസ് ടെസ്റ്റുകളിലൂടെ ഡാറ്റ ഗ്യാദർ ചെയ്യുക. ഇനി ഗ്യാദർ ചെയ്ത എല്ലാ ഡാറ്റയും ഒത്തൊരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഓവറോൾ അസസ്മെന്റിലേക്ക് എത്താം. ഇതാണ് ഒരു ക്ലിനിഷ്യന്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, എ ക്ലിനിഷ്യൻ ഹു മേക്സ് inaccurate observation, conducts poorly structured interviews, or misinterpret or misrecord responses to open-ended questions or ambiguous stimuli, example response to Rorschach cards, is not likely to produce a valid assessment. ആരെങ്കിലും നല്ലൊരു എന്താ പറയാ പ്രാധാന്യം കൊടുക്കാതെയാണ് അസസ്മെന്റ് ചെയ്യുന്നത്, അതായത് ഇന്നാക്യുറേറ്റ് ഒബ്സർവ് ചെയ്യുന്നില്ല, പോർലി സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്, അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോവാ, മിസ്റെക്കോർഡ് ചെയ്ത് പോവാ, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അസസ്മെന്റ് വാലിഡ് അല്ലാത്ത, അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നമുക്ക് കിട്ടത്തില്ല. അതായത് നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് ഇരിക്കുന്നത് അത്രയും നമ്മൾ ക്ലീൻ ആയിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങളും. ഇന്റർവ്യൂ നല്ല രീതിയിൽ നടത്തണം, അതേസമയം അവരെ ഒബ്സർവ് ചെയ്യണം, അതേസമയം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. എന്തെങ്കിലും ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ അസസ്മെന്റിനെ ബാധിക്കും. The clinician often functions as a measurement instrument, and it is important to assess the reliability and validity of clinical data he or she gathers. ഒരു മെഷർമെന്റ് എന്താ പറയുക ഇൻസ്ട്രുമെന്റ് പോലെ നമ്മൾ വർക്ക് ചെയ്യാം. വാലിഡിറ്റി റിലേബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ഡാറ്റ ഒക്കെ വാലിഡ് ആണോ, റിലേബിൾ ആണോ. ഇപ്പൊ പേഷ്യന്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ബൈസ്റ്റാൻഡറോട് ചോദിച്ച് ഉറപ്പ് വരുത്താറുണ്ട്. ഇപ്പൊ വാലിഡിറ്റി റിലേബിലിറ്റി പോലും ഉറപ്പ് ഒരു മെഷീൻ പോലെയാണ് നമ്മൾ വർക്ക്. അത്രയും സൂക്ഷ്മതയുടെ, കാരണം മാനസിക പ്രശ്നം കണ്ടെത്താൻ ഇപ്പോഴും ഒരു എക്യുപ്മെന്റ് ഒന്നുമില്ല. ഒരു ഷുഗറോ പ്രഷറോ വന്നാൽ കണ്ടെത്താൻ എക്യുപ്മെന്റ് ഉണ്ട്. ക്യാൻസറോ പിന്നെ വയറ്റിൽ പുണ്ണോ എല്ലാം വന്നാൽ കണ്ടെത്താൻ എക്യുപ്മെന്റ്സ് ഉണ്ട്. മനസ്സിന്റെ പ്രശ്നം കണ്ടെത്താൻ എക്യുപ്മെന്റ് ഇല്ല. അവിടെ നമ്മളാണ് എക്യുപ്മെന്റ് ആയിട്ട് മാറുന്നത്. സോ അത്രയും ശ്രദ്ധ വേണം. നമ്മുടെ ശ്രദ്ധ തെറ്റി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബാഡ്.
Although it may not be immediately obvious, the clinician's second function, the integration of clinical data, also affect the quality of psychological measurement in clinical settings. Kando, immediately obvious alleങ്കിലും clinician's second function, ഈ integrate സെക്കൻഡ് ഫംഗ്ഷൻ ഇല്ലേ, ഇന്റഗ്രേറ്റ് ചെയ്യുക, എല്ലാ ഡാറ്റയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ ഒരാൾക്ക് എന്താ പ്രശ്നം എന്ന് പറയാം. ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ആ ഒരു സൈക്കോളജിക്കൽ മെഷർമെന്റിനെ സാരമായിട്ട് ബാധിക്കും. അതായത് നമ്മൾ ഒരാളുടെ മാനസിക പ്രശ്നം അളക്കാനിരിക്കുകയാണ്. സോ അത്രയും കീനായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. കാരണം ഈ ഗ്യാദർ ചെയ്യുന്ന ഡാറ്റയും ഇന്റഗ്രേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരു കുഞ്ഞു മിസ്റ്റേക്ക് വന്നു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് ഫ്ലോപ്പ് ആയി പോവും. Assessment represent an attempt to arrive a valid classification of each individual patient or client. In some cases, clinician may be called on the diagnosis or assist in the diagnosis of mental or behavioral disorders. Kano, assessment എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാലിഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു പേഷ്യന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്, ആള് ഫോബിക് ആണ് അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ട് എന്നുള്ളത്. അതായത് ഇൻ സം കേസസ് ക്ലിനിഷ്യൻ മേ ബി കോൾഡ് ഓൺ ടു ഡയഗ്നോസ് ഓർ അസിസ്റ്റ്. ചില കേസസിൽ നമ്മൾ വിളിപ്പിക്കും, എന്തിന്, മെന്റൽ ഓർ ബിഹേവിയർ ഡിസോർഡർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ. In other, the clinician must make a recommendation regarding the placement of children or adults, remedial education or therapeutic programs. ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിപ്പിക്കപ്പെടും, നമ്മളെ അസൈൻ ചെയ്തു തരും ഇവർക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ എന്ന് കണ്ടെത്താൻ. രണ്ടാമത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ LD ഉണ്ടെങ്കിൽ തെറാപ്പിക്ക് റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ LD ഉള്ളവർക്ക് ഇപ്പൊ ഗവൺമെന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം, പിന്നെ സ്ക്രൈബിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം. ഇതും പണിയാണ്. ഓക്കെ. In any case, the classification of individual represent a fundamental type of measurement, and the clinician's skill in integrating diverse source of data may be a critical factor in determining the validity of his or her classification and assessment of individual. Kando, കറക്റ്റ് പറയുന്നുണ്ട്. അതായത് പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ജഡ്ജ്മെന്റിൽ എത്തിയിട്ട് അത് വെച്ച് ആളെ ക്ലാസിഫൈ ചെയ്യാം. ഡിപ്രസീവ് ആണ്, ഫോബിക് ആണ്, ആൻസൈറ്റി ആണ്, പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു സ്കിൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു മണിക്കൂർ അവരിലേക്ക് ഇഴുകിച്ചേരാൻ വേണ്ടി മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നൊക്കെ സൈക്കോ ഡയഗ്നോസ്റ്റിക്കിനെ പറ്റിയിട്ടാട്ടോ. അതായത് വിവിധ സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഒത്തൊരുമിച്ച് ഒരാളുടെ ഓവറോൾ പിക്ചർ എടുത്ത് അയാളെ ക്ലാസിഫൈ ചെയ്യാണ് ഇന്ന മാനസിക രോഗമാണ് അല്ലെങ്കിൽ ഇന്ന മാനസിക പ്രശ്നമാണ്. ഇതിനെയാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു ക്ലിനിഷ്യന് മെയിൻ ആയിട്ട് രണ്ട് ജോലിയാണ് അല്ലെങ്കിൽ രണ്ട് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് എന്താക്കുക, പല സോഴ്സുകളിൽ നിന്ന് ഡാറ്റ ഗ്യാദർ ചെയ്യുക, വിവരങ്ങൾ ശേഖരിക്കുക. ഈ എല്ലാ വിവരങ്ങളും ഒത്തൊരുമിച്ച് വെച്ച് ആൾക്ക് എന്താണ് പ്രശ്നമെന്ന് ക്ലാസിഫൈ ചെയ്യുക. ഈ രണ്ട് ജോലിയും വളരെ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അസസ്മെന്റിനെ അത് സാരമായി ബാധിക്കും. ഇപ്പൊ എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് മനസ്സിലായോ? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. കൗൺസിലിംഗിൽ സെയിം ഒരു സാധനം തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കൗൺസിലിംഗിൽ ഇതൊക്കെ തന്നെയാണ്, രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇവരുടെ സൈക്കോ ഡയഗ്നോസ്റ്റിക് മാനസിക രോഗമാണ് കുറെ കൂടി ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സ്കൂളുകളിലൊക്കെ മിക്കവാറും നോക്കാറുള്ള സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോക്കിക്കോ, ഒരു കുട്ടിക്ക് പിന്നെ പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ പോലും വെറും LD ടെസ്റ്റ് ചെയ്താൽ പോരാ. ആ കുട്ടിയുടെ ഡെവലപ്മെന്റൽ കാര്യം ആ കുട്ടീനെ ഒബ്സർവ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, പല സോഴ്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ശേഖരിച്ചിട്ടാണ് ആ കുട്ടി ലേണിംഗ് ഡിസേബിൾഡ് ആണോ അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആണോ എന്നുള്ളത്. ഈ ടെസ്റ്റിംഗ്, അസസ്മെന്റ് ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്. At one time, psychological testing represent one of the most important activity of clinical psychology. ഒരു സമയത്ത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതായിരുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. Since the early 1980s, the practice of clinical psychology has shifted steadily from an emphasis on assessment and diagnosis to an emphasis on psychotherapy and adjustment. 1980 മുതൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ഷിഫ്റ്റ് ചെയ്തു. എവിടെ നിന്ന്? അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസിൽ നിന്ന് സൈക്കോതെറാപ്പിയിലേക്കും സൈക്കോതെറാപ്പിയിലേക്ക് ഇങ്ങനെ പതിയെ കാലം. ആദ്യം വെറും ടെസ്റ്റിംഗ് ആയത് മെയിൻ ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഒരു മേഖല. പിന്നെ സൈക്കോതെറാപ്പി അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് വന്നു.
Several reviews of research and practice, however, suggest that testing will remain an important activity and that may of the test is now widely. ഇപ്പോഴും പറയുന്നുണ്ട് ടെസ്റ്റിംഗ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്. ഇവിടെ തന്നെ ഏതാണ് സ്റ്റാൻഡർഡൈസ്ഡ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ് MMPI-2 will remain popular even if they are partially supplemented by new tested technology. ഇവിടെ കണ്ടോ സെവറൽ റിസർച്ച് ഒരുപാട് ടെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ചിലത് അവിടെ അങ്ങനെ പ്രാധാന്യപ്പെട്ട് നിൽക്കുക ചെയ്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ നമുക്കോ അല്ലെങ്കിൽ ഒരു സാധാ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ എന്താ പറയാ IQ-ന്റെ അല്ലെങ്കിൽ എന്താ പറയാ മെന്റലി റിട്ടാർഡ് ആണ് പെൻഷനൊക്കെ ഉള്ള പേപ്പർ കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ എപ്പോഴും ഗവൺമെന്റിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. Although clinicians do not appear to devote as much of their time to testing as in the past, psychological testing still represents an important activity of practicing clinicians. ഇപ്പൊ അത്ര പ്രാധാന്യം ടെസ്റ്റിംഗിൽ കൊടുക്കുന്നില്ലെങ്കിലും അവരുടെ ഒരു മെയിൻ ജോലി ടെസ്റ്റിംഗ് തന്നെയായിട്ടുണ്ട്. Wade and Baker surveys suggested that over 85% of practicing clinical psychologists use tests and that over 1/3 of their therapy time was devoted to test administration and evaluation. അവരുടെ തെറാപ്പിയുടെ സമയത്തിൽ 1/3 സമയം ടെസ്റ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഒരു സർവേയിലൂടെ വെയ്ഡ് ആൻഡ് ബേക്കർ കണ്ടെത്തിയത്. Pattern of test use have been quite stable since the 1970s and probably will remain so for the foreseeable future. Psychological testing appear to be a common activity regardless of the psychologist's therapeutic orientation. എക്സാമ്പിൾ ബിഹേവിയറൽ കോഗ്നിറ്റീവ്, അതായത് 1970 മുതൽ അവരുടെ ടെസ്റ്റിങ്ങിന്റെ രീതിയും അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഒരേപോലെ തന്നെയാണ് പോകുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഫ്യൂച്ചറിൽ വലിയ വ്യത്യാസമൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ വർക്കിനെ സംബന്ധിച്ച്. തെറപ്പി ചെയ്യണമെങ്കിലും അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവരുടെ പണ്ടൊക്കെ അത് മാത്രമായിരുന്നു. അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും വൺ ഓഫ് ദിയർ മെയിൻ ഏരിയ ഇസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IQ, EQ ഇതൊക്കെയാണ് പറയുന്നത്. നോക്കിക്കേ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്ലിനിക്കൽ ടെസ്റ്റസ് ക്യാൻ ബി ഡിവൈഡ് ടു 3 types ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ് 3 ടൈപ്പാണ്. ഒന്ന് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഓർ ജനറൽ മെന്റൽ അബിലിറ്റി, IQ ആ സംഭവങ്ങളൊക്കെയാണ്. രണ്ടാമത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. മൂന്നാമത്തത് ന്യൂറോളജിക്കൽ ടെസ്റ്റ്. അപ്പൊ പറഞ്ഞു വന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ മെയിൻ ഒരു ഏരിയ അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം അങ്ങനെ അല്ലെങ്കിലും 1/3 ഭാഗം സമയം ഒരു ടെസ്റ്റിങ്ങിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് 3 ഏരിയ ആയിട്ടാണ് ഈ ടെസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ തരംതിരിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ടെസ്റ്റസ് ഓഫ് ജനറൽ മെന്റൽ അബിലിറ്റി, അതായത് IQ പോലെയുള്ളത്, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ന്യൂറോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന്. ഇനി കോമൺലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഇന്റലിജൻസിലാണെങ്കിൽ ദ വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ, വിസ്ക് 1, വിസ്ക് 2, വിസ്ക് 3, ബേസ് 3 ആൻഡ് ദ സ്റ്റാൻഫോർഡ് ബിനെറ്റ് റെപ്രസെന്റ് ദ മോസ്റ്റ് പോപ്പുലർ ടെസ്റ്റ് ഓഫ് ജനറൽ മെന്റൽ അബിലിറ്റി. ജനറൽ മെന്റൽ അബിലിറ്റി അതായത് IQ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഒന്ന് വെഷ്ലറിന്റെ സ്കെയിലാണ്, പിന്നെ നമ്മുടെ സ്റ്റാൻഫോർഡ് ബിനെറ്റ്. ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു IQ ടെസ്റ്റ് ആണ് ആൽഫോർഡ് ബിനെറ്റിന്റെ ബിനെറ്റ് സൈമൺ സ്കെയിൽ. ഈ ബിനെറ്റ് സൈമൺ സ്കെയിലിനെ ലൂയിസ് ടെർമാൻ, ബിനെറ്റ് സൈമൺ സ്കെയിൽ ഫ്രാൻസിലാണ്. ഫ്രഞ്ച് ഗവൺമെന്റ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ആൽഫോർഡ് ബിനെറ്റും അദ്ദേഹത്തിന്റെ വേൾഡിൽ ആദ്യത്തെ IQ ടെസ്റ്റ് ആട്ടോ. ആൽഫോർഡ് ബിനെറ്റും അദ്ദേഹത്തിന്റെ കൊളീഗ് തിയോഡോർ സൈമണും അവർ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ചതാണ്. ഫ്രഞ്ച് ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവോ, എന്നിട്ട് സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാനാണെന്നുള്ള ആവശ്യാർത്ഥം ഫ്രഞ്ച് ഗവൺമെന്റ് പറഞ്ഞത് പ്രകാരമാണ് ഈ ബിനെറ്റ് സൈമൺ സ്കെയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ആ ബിനെറ്റ് സൈമൺ സ്കെയിലിന് ലൂയിസ് ടെർമാൻ എന്ന സൈക്കോളജിസ്റ്റ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അത് റിവൈസ് ചെയ്തു. അതാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് 5 ഇന്നും യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ വെഷ്ലറിന്റെതും സ്റ്റാൻഫോർഡ് ബിനെറ്റും ആണ് ഇന്നും പോപ്പുലർ ആയിട്ട് വേൾഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ വെഷ്ലർ ഉപയോഗിക്കാറുണ്ട്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഒന്നും ഇന്ത്യയുടെ കൾച്ചറിന് അത്ര മാച്ചിങ് അല്ല. ഇന്ത്യയിൽ കുറെ കൂടെ യൂസ് ചെയ്യുന്നത് ബിനെറ്റ് കാമത്ത്, അതുപോലെ തന്നെ മിസീക്ക്, ഫിൻലൻഡ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. These tests serve as a dual function for informing assessment of intelligence.
ഈ വിസ്കി ബേസിനും അല്ലെങ്കിൽ വെഷ്ലറിനും സ്റ്റാൻഫോർഡ് ബിനറ്റ് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ആൻ ഇവാലുവേഷൻ ഓഫ് ജനറൽ മെന്റൽ അബിലിറ്റി. ജനറൽ മെന്റൽ അബിലിറ്റി അതായത് ബുദ്ധിവികാസം, മെന്റൽ അബിലിറ്റി എത്ര ഉണ്ടെന്ന് അളക്കാൻ പറ്റും. Often is crucial for understanding an individual's behavior since many behavioral problems are linked to intelligence deficiency. കുറെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഇന്റലിജൻസിന്റെ കുറവ് കൊണ്ടും സംഭവിക്കാം. ഒരു ബുദ്ധിവികാസം ഇന്റലിജൻസ് കുറവുള്ള കുട്ടിക്ക് ചിലപ്പോൾ എന്താണ് പിന്നെ ഒരാളെ ഉപദ്രവിക്കരുന്ന് അറിയില്ല, അല്ലെങ്കിൽ അവിടെ ഇവിടെയും എന്താ പറയാ മൂത്രം ഒഴിച്ചു വെക്കുക അല്ലെ. നമ്മള് ഇന്റലിജൻസിന്റെ പ്രശ്നവും എന്താണ് ബിഹേവിയറൽ പ്രോബ്ലംസ് തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ബുദ്ധിവികാസം കുറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഫംഗ്ഷൻ കുറഞ്ഞത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടികളിൽ കാണും. സോ അവർക്ക് ബുദ്ധിവികാസം ഉണ്ടോ എന്ന് കണ്ടെത്തൽ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ പിന്നെ വെഷ്ലർ ആയിക്കോട്ടെ സ്റ്റാൻഫോർഡ് ബിനറ്റിന് ആദ്യത്തെ ഫംഗ്ഷൻ അവരുടെ ജനറൽ മെന്റൽ അബിലിറ്റി അളക്കുക എന്നുള്ളതാണ്. Second, individual intelligence test represent an opportunity to observe the examinee's behavior in response to several intellectually demanding tasks, and thus they provide a data gathering the subject's persistence, maturity, problem solving styles and other characteristics. ഒന്ന് ജനറൽ മെന്റൽ അബിലിറ്റി കണ്ടെത്താം. രണ്ടാമത്തത് ഈ ടെസ്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ. ഈ ഒബ്സർവേഷനിലൂടെ നമുക്ക് അവരുടെ മെച്യൂരിറ്റി, അവരുടെ പേഴ്സിസ്റ്റൻസ്, ക്ഷമ, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്റ്റൈല്, അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കും. ഒന്ന് ടെസ്റ്റിലൂടെ അവരുടെ മെന്റൽ എബിലിറ്റിയുടെ ഒരു സ്കോർ നമുക്ക് കിട്ടും. രണ്ടാമത്തത് നമ്മുടെ ഈ ഒബ്സർവേഷനിലൂടെ അവരുടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ജനറൽ മെന്റൽ അബിലിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് IQ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോസ്റ്റ് പോപ്പുലർലി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിലും സ്റ്റാൻഫോർഡ് ബിനറ്റും ആണ്. ഇതിലൊക്കെ ഡ്യുവൽ ഫംഗ്ഷൻ ആണ്. ഒന്ന് സ്കോർ മെന്റൽ അബിലിറ്റി എന്താണെന്നുള്ളത് കിട്ടും, രണ്ടാമത്തത് ഒബ്സർവേഷനിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഇത്രയാണ് മെന്റൽ എബിലിറ്റി ടെസ്റ്റിംഗ്. ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് ടെസ്റ്റിംഗിന്റെ ജനറൽ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ IQ. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഇനി രണ്ടാമത്തെ വിഭാഗമാണ് പേഴ്സണാലിറ്റി. നമ്മൾ ഓൾറെഡി ഒത്തിരി വട്ടം പഠിച്ചു. റോഷാർക്ക് ഇൻഗ്ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, പിന്നെ മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി MMPI റെപ്രസെന്റ് 3 ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ പേഴ്സണാലിറ്റി ടെസ്റ്റ്. IQ ആണെങ്കിൽ വെഷ്ലറും സ്റ്റാൻഫോർഡ് ബിനറ്റ് ആണെങ്കിൽ പിന്നെ പേഴ്സണാലിറ്റിയിൽ ഏതൊക്കെയാ പറയുന്നത്? റോഷാർക്ക് ഇൻഗ്ബ്ലോട്ട്, thematic apperception, Minnesota multiphasic personality inventory. Of the three, the MMPI is most closely associated with the diagnosis of psychopathology. ഈ മൂന്നിലും MMPI ആണ് ഒരു ഡിസോർഡർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഏറ്റവും ഉപയോഗം. കാരണം 10 ക്ലിനിക്കൽ സ്കെയിൽ ഉണ്ടല്ലോ അതുകൊണ്ട്. Whereas the TAT is most closely associated with the assessment of motives and drives. നമ്മളുള്ളിലെ ത്വര അതൊക്കെ അളക്കാൻ ഏറ്റവും നല്ലത് TAT ആണ്. The Rorschach may be used for a variety of purposes ranging from the assessment of specific personality trait to the diagnosis of perceptual disorder depending on the scoring system used. Rorschach ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പേഴ്സണാലിറ്റി ട്രൈറ്റ്, ഒരു സ്പെസിഫിക് പേഴ്സണാലിറ്റി ട്രൈറ്റ് ആൾക്കുണ്ടോ, എന്തെങ്കിലും പെർസെപ്ച്വൽ ഡിസോർഡർ ഉണ്ടോ, ഏത് സ്കോറിംഗിന്റെ മെത്തേഡ് ഉപയോഗിക്കുന്നു അതനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ റോർഷാക്കിലൂടെ നമുക്ക്. അപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ മെയിൻ ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള 3 റോഷാർക്ക്, TAT, അതുപോലെ തന്നെ MMPI. MMPI ആണ് ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടെത്താൻ. ഡ്രൈവ്സ് മോട്ടീവ്സ് കണ്ടെത്താൻ TAT ആണ്. റോഷാർക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടാമത് ടെസ്റ്റ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി മൂന്നാമത്തത് വിഭാഗം ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. അത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആണോ എന്നതാണ്. ബ്രെയിൻ ഇഞ്ചറി അല്ലെങ്കിൽ ബ്രെയിൻ ഡിസോർഡർ ഒക്കെ വന്നവർക്കൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ മെയിൻ ആയിട്ടും ദ ബെൻഡർ ഗെസ്റ്റാൾട്ട്, ലൂറിയ നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററി ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ് ഓഫ് ന്യൂറോളജിക്കൽ ഡിസോർഡർ. ഏതൊക്കെയാണ്? ബെൻഡർ ഗെസ്റ്റാൾട്ട്, ലൂറിയ നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററി. ഇത് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടും ന്യൂറോളജിക്കൽ ആയിട്ട് ഡിസോർഡർ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ. The Bender Gestalt is used in the assessment of perceptual disorders, hallucination, delusion, and organic dysfunction, although it may be used for a wide range of diagnostic purposes, whereas the Luria Nebraska battery provides a wide ranging assessment of perceptual, motor, intellectual functioning and might be affected by damage to specific portion of the brain.
ഉണ്ടോ? ബെൻ രജിസ്റ്റേർഡ് മെയിൻ ആയിട്ട് പെർസെപ്ച്വൽ ഡയഗ്നോസിസ്, പെർസെപ്ച്വൽ ആയിട്ടുള്ള ഡിസോർഡർ ഉണ്ടോ എന്ന് കണ്ടെത്താനാണെങ്കിൽ ലൂറിയ നെബ്രാസ്ക ബാറ്ററി ഒത്തിരി കാര്യങ്ങൾക്ക് പെർസെപ്ച്വൽ ഡിസോർഡർ, മോട്ടോർ ഡിസോർഡർ, അതായത് ബ്രെയിൻ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം കാരണം പെർസെപ്ച്വൽ ഡിസോർഡർ ഉണ്ടോ, മോട്ടോർ ഡിസോർഡർ ഉണ്ടോ, ഇന്റലക്ച്വൽ ഫംഗ്ഷൻ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലൂറിയ നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പല ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റുകൾ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇന്റലിജൻസ് അല്ലെങ്കിൽ ജനറൽ മെന്റൽ അബിലിറ്റി ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഓരോന്നും ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കിയത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് വേരിയബിൾ ഡൊമൈൻസ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് പറയാൻ വേണ്ടി. എന്താണ് വേരിയബിൾ ഡൊമൈൻസ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്? നോക്കിക്കേ, സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് മെത്തേഡ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ എ വൈഡ് സ്പെക്ട്രം ഓഫ് ട്രൈറ്റ് ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾസ് എഫക്റ്റിംഗ് ഹ്യൂമൻ ബിഹേവിയർ. കണ്ടോ, സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റിൽ ഒരു കാര്യം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ, ഒരു വൈഡ് വെറൈറ്റി ഓഫ് ട്രൈറ്റ്സും വേരിയബിൾസും ഒരു ബിഹേവിയറിന്റെ എല്ലാ ചുറ്റുപാടുകളും നോക്കിയിട്ടാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ചെയ്യുന്നത്. ഫോളോയിങ് എ പ്രൊപ്പോസൽ ബൈ കോൺബാക്ക്, one distinction between performance and personality measures, the former referring to measures of maximum behavior of a person can maintain the latter to the measure of typical style of behavior. കാരണം അവിടെ വ്യത്യാസം നോക്കിയേ, പെർഫോമൻസ് ടെസ്റ്റും പേഴ്സണാലിറ്റി മെഷറും തമ്മിലുള്ള വ്യത്യാസം. ഒരാളുടെ മാക്സിമം പെർഫോമൻസ് നോക്കുന്ന ടെസ്റ്റാണ് പെർഫോമൻസ് ടെസ്റ്റ്, അല്ല ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് പേഴ്സണാലിറ്റി മെഷർ. ഇന്റലിജന്റ് ടെസ്റ്റ് ആർ എക്സാമ്പിൾ ഓഫ് പെർഫോമൻസ് മെഷേഴ്സ്. ഇന്റലിജൻസ് ടെസ്റ്റുകളാണ് പെർഫോമൻസ് മെഷേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. എ ടെസ്റ്റ് ഓഫ് എക്സ്ട്രോവേർഷൻ, ഇൻട്രോവേർഷൻ ഓർ ട്രൈറ്റ് ആൻസൈറ്റി എക്സാമ്പിൾസ് ഓഫ് പേഴ്സണാലിറ്റി മെഷേഴ്സ്. കണ്ടോ, രണ്ടാണ്. മനസ്സിലായോ? ഒരാളുടെ പെർഫോമൻസിന്റെ മാക്സിമം പെർഫോമൻസ് മനസ്സിലാക്കുന്നതാണ് പെർഫോമൻസ് ടെസ്റ്റ്. അതിന് അണ്ടറിൽ ആരാ വരുന്നത്? ഇന്റലിജന്റ് ടെസ്റ്റുകളാണ് വരുന്നത്. നേരെ മറിച്ച് പേഴ്സണാലിറ്റി, ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണെന്ത്? പേഴ്സണാലിറ്റി. അവിടെ ആളുടെ ആൻസൈറ്റി ഉണ്ടോ, ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ എന്നൊക്കെയാണ് നമ്മൾ പേഴ്സണാലിറ്റി മെഷേഴ്സിലൂടെ നോക്കാം. Okay, while handy for descriptive purpose, this distinction must not be mistaken for a theoretical one, as trait measures of performance may in fact correlate with the trait measures of personality. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ചിലപ്പോൾ IQ പേഴ്സണാലിറ്റി IQ-നെ ഒക്കെ ബാധിക്കാം, പക്ഷെ രണ്ടും രണ്ടാണ്. ഒന്ന് പെർഫോമൻസ് ആണ്, ഒന്ന് പേഴ്സണാലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, സ്പീഡ് ഓഫ് ലേണിംഗ് വിത്ത് ലെവൽ ഓഫ് ട്രൈറ്റ് ആൻസൈറ്റി. കണ്ടോ, ആൻസൈറ്റി ട്രൈറ്റ് ഉണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലെവല് ലേണിംഗിന്റെ പെട്ടെന്ന് പഠിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ രണ്ടും രണ്ടാണ്, പക്ഷെ അവ തമ്മിൽ കോറിലേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്, പക്ഷെ രണ്ടും. Within the limits of this distinction, the following summary list help to illustrate the scope of behavioral variable for which assessment procedures have been developed. ഇനി ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വെച്ച് ഏതൊക്കെ വേരിയബിളിനെയാണ് നമ്മൾ അസസ് ചെയ്യുക? അതായത് സൈക്കോ ഡയഗ്നോസ്റ്റിക്കിന്റെ കേസിൽ ഓരോ വേരിയബിളിനെയും വ്യത്യസ്തമായിട്ട് തന്നെ അസസ് ചെയ്യണം. ഇന്റലിജൻസ് വേറെ തന്നെ അസസ് ചെയ്യണം, പേഴ്സണാലിറ്റി രണ്ടും ചിലപ്പോൾ റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, പക്ഷെ ഇന്റലിജൻസിനെ വെച്ച് പേഴ്സണാലിറ്റിയോ പേഴ്സണാലിറ്റിനെ വെച്ചിട്ട് ഇന്റലിജൻസോ നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടും വ്യത്യസ്തമായി തന്നെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ട് ഏതൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാന്നാണ് ഇനി പറയാൻ വേണ്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇപ്പൊ പെർഫോമൻസ് വേരിയബിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. പെർഫോമൻസ് വേരിയബിൾസിൽ വരുന്നത് ദീസ് ഇൻക്ലൂഡ് മെഷേഴ്സ് ഓഫ് സെൻസറി പ്രോസസ്. ഫോർ എക്സാമ്പിൾ, ടാക്ടൈൽ, ടച്ച് ആട്ടോ ടാക്ടൈൽ, സെൻസിറ്റിവിറ്റി, ടാക്ടൈൽ സെൻസിറ്റിവിറ്റി ഉണ്ടോ, വിഷ്വൽ അക്യൂറ്റി ഉണ്ടോ, കളർ വിഷൻ പ്രൊഫഷൻസി ഉണ്ടോ, ഓഡിറ്ററി ഇന്റൻസിറ്റി ത്രഷോൾഡ് ഉണ്ടോ, ഇതൊക്കെ നോക്കാം പെർഫോമൻസിലാട്ടോ. പിന്നെ പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ്സ്, അതായത് ടാക്ടൈൽ ടെക്സ്ചർ ഡിഫറൻസിയേഷൻ, രണ്ട് ഡിഫറൻസ് ഇപ്പൊ മാന്തിയാലും തൊട്ടാലും ഒക്കെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. വിഷ്വൽ ക്ലോജർ, അതായത് ഒരു പിക്ചർ കുറച്ച് ഭാഗം വിട്ട് കൊടുത്താലും അത് വിട്ടായിട്ടാണെങ്കിലും, ഇപ്പൊ ഞാനൊരു ബോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ബോൾ ആയിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് വിഷ്വൽ ക്ലോജർ. അതുപോലെ വിഷ്വൽ ഓർ ഓഡിറ്ററി പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മെമ്മറി ഓഫ് ഫേസസ്,
മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, വിഷ്വൽ സ്പേഷ്യൽ ടാസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് വണ് നമ്മുടെ സെൻസറി പ്രോസസ്സ്, രണ്ടാമത്തത് പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ ഏതൊക്കെയാ പെർഫോമൻസിന്റെ അണ്ടറിൽ വരാം? മെഷേഴ്സ് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അറ്റൻഷൻ ഉണ്ടോ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ടോണിക് ആൻഡ് ഫേസിക് അലേർട്ട്നെസ് ഉണ്ടോ, സ്പാൻ ഓഫ് അറ്റൻഷൻ, എത്ര നേരം അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഡിസ്ട്രാക്ട് ആയി പോകുന്നുണ്ടോ, ഡബിൾ പെർഫോമൻസ് ടാസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വിജിലൻസ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓവർ ടൈം, ഇതും നമുക്ക് ചെയ്യാം. അപ്പൊ മൂന്നാമത്തത് മെഷേഴ്സ് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. നാലാമത്തത് സൈക്കോ മോട്ടോർ ആപ്റ്റിറ്റ്യൂഡ്സ്. സൈക്കോ മോട്ടോർ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അഭിരുചി ഉണ്ടോ, അവിടെ എന്താണ് സ്പീഡ് റിയാക്ഷൻ ടാസ്ക് ഡിസൈൻ ഒക്കെയാണ്. അഞ്ചാമത് മെഷേഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് മെമ്മറി, അതായത് ഷോർട്ട് ടേം മെമ്മറി ആണോ കൂടുതൽ, ലോങ് ടേം മെമ്മറി ആണോ, എത്ര മെമ്മറി സ്പാൻ ഉണ്ട്, ഇന്റൻഷനൽ വേഴ്സസ് ഇൻസിഡൻഷ്യൽ മെമ്മറി ആണോ, വിഷ്വൽ ഓഡിറ്ററി കൈനസ്തെറ്റിക് മെമ്മറി ഒക്കെ എത്ര ഉണ്ട്, ഇതൊക്കെ നമുക്ക് മെമ്മറിയിലൂടെ അളക്കാം. ഇനി അഞ്ചാമത്തത് അസസ്മെന്റ് ഓഫ്, ആറാമത്തത് അസസ്മെന്റ് ഓഫ് കോഗ്നിറ്റീവ് പെർഫോമൻസ് ആൻഡ് ഇന്റലിജൻസ്. കോഗ്നിറ്റീവ് പെർഫോമൻസും ഇന്റലിജൻസും, അതായത് നെക്സ്റ്റ് ജനറൽ ഇന്റലിജൻസ്, വൈഡ് വെറൈറ്റി ഓഫ് പ്രൈമറി മെന്റൽ അബിലിറ്റി ലൈക്ക് വെർബൽ കോംപ്രിഹെൻഷൻ ഉണ്ടോ, വേർഡ് ഫ്ലുവൻസി ഉണ്ടോ, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടോ, റീസണിങ് എബിലിറ്റി ഉണ്ടോ, മെഷേഴ്സ് ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടോ, സോഷ്യൽ ഉണ്ടോ, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടോ, ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി ഉണ്ടോ, ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡെവലപ്മെന്റൽ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ്, അഫേഷ്യ ഉണ്ടോ, ഒക്കെ നോക്കാം. ഇനി ഏഴാമതായിട്ട് നമുക്ക് പെർഫോമൻസിൽ അളക്കാൻ പറ്റുന്നത് മെഷേഴ്സ് ഓഫ് സോഷ്യൽ കോമ്പീറ്റ്. സോഷ്യലി സാമൂഹികമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ കണ്ടോ, പെർഫോമൻസ് വേരിയബിളിന്റെ അണ്ടറിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യും? സെൻസറി പ്രോസസ്, പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ്സ്, അതുപോലെ അറ്റൻഷനും കോൺസെൻട്രേഷനും, പിന്നെന്താണ് സൈക്കോമോട്ടോർ ആപ്റ്റിറ്റ്യൂഡ്സ്, പിന്നെ ലേണിംഗ്, മെമ്മറി, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് പെർഫോമൻസും ഇന്റലിജൻസും സോഷ്യൽ കോമ്പറ്റൻസ്. ഇത്രയും കാര്യങ്ങള് പെർഫോമൻസ് വേരിയബിളിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പെർഫോമൻസ് വേരിയബിൾ ആണ് എടുക്കുക. ഇനി പേഴ്സണാലിറ്റി വേരിയബിൾ രണ്ടാമത്തെ വേരിയബിൾ ആണ് കേട്ടോ. These include the assessment of primary factors of personality, especially of the so-called big five factor and numerous more specific personality measurement scale. അതായത് എക്സ്ട്രോവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ, ന്യൂറോട്ടിക് ആണോ, അല്ലെങ്കിൽ കോൺസെൻട്രേഷ്യസ് ഉണ്ടോ, ബിഗ് ഫൈവ് ഫാക്ടറിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ സ്പെസിഫിക് പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെയാണ് പേഴ്സണാലിറ്റി വേരിയബിളിന്റെ കേസിൽ മെഷർ ചെയ്യുക. സ്പെഷ്യൽ ക്ലിനിക്കൽ സ്കെഡ്യൂൾസ് ആൻഡ് സിംറ്റം ചെക്ക് ലിസ്റ്റ്, അതായത് ആൻസൈറ്റി ഉണ്ടോ, ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ടോ, സ്കീസോടൈപ്പിക് ഉണ്ടോ, ടെൻഡൻസി ഉണ്ടോ, അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്നൊക്കെ പേഴ്സണാലിറ്റി വേരിയബിൾ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. മോട്ടിവേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ്, സ്റ്റൈൽ ഓഫ് ഡെയിലി ലിവിംഗ്, past time and life goals, assessment of incisive life events, assessment of stress tolerance and stress coping, including coping with the serious illness and alignments. കണ്ടോ, സ്ട്രെസ് കോപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടോ, മോട്ടിവേഷൻ ഉണ്ടോ, ഡെയിലി ലിവിങ്ങിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ഗോൾ ഉണ്ടോ, പാസ്റ്റിൽ എന്തെങ്കിലും എന്താ പറയാ വളരെ വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നോക്കുക പേഴ്സണാലിറ്റി വേരിയബിളിന്റെ അണ്ടറിലാണ്. അതുപോലെ plus a wide range of still more specific assessment variable like measures of for the assessment of specific motives or specific styles of coping with illness or stressful life events. ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് കോപ്പിംഗ് സ്കിൽ ഉണ്ടോ, ചിലവര് പുക വലിച്ചിട്ടേക്കും, ചിലവർ ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള കോപ്പിംഗ്, അല്ലെ ഒരു പ്രശ്നം വന്നാല് എന്റെ ഹസ്ബൻഡൊക്കെയാണ് ഉറങ്ങി തീർക്കുക ചെയ്യുക, എനിക്ക് ആ സമയത്ത് ഉറക്കം കുറയുക ചെയ്യുക, എനിക്ക് അന്നേരം ഭക്ഷണത്തിനോടാണ് കൂടുതൽ, ഞാൻ കുറെ കഴിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഓരോരുത്തരും സ്പെസിഫിക് കോപ്പിംഗ് സ്റ്റൈൽ എന്താണ് ഒക്കെ നമുക്ക് ഈ പേഴ്സണാലിറ്റി വേരിയബിളിന്റെ അണ്ടർ ടെസ്റ്റ് ചെയ്യാം. By now, even the number of psychodiagnostic assessment methods meeting high psychometric standards must have already reached many tens of thousands. Rather than enumerating hundreds of assessment procedures, we shall here take a systematic look for major data sources of psychological assessment and then briefly examine a few selected psychodiagnostic assessment problems and how they would be typically approached. ഒത്തിരി മെത്തേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പഠിക്കാൻ. നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് അത് ആധികാരികമായിട്ടാണ് പഠിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു വന്നത് നമ്മള് രണ്ട് വേരിയബിൾ, അതായത് സൈക്കോളജിക്കൽ അസസ്മെന്റിൽ രണ്ട് ഡൊമൈൻസ് ആണ് ഉള്ളത്.
രണ്ടും രണ്ട് തന്നെയാണ്. ഒന്ന് ഒരാളുടെ എന്താണ് അളക്കുന്നത്, പെർഫോമൻസ് ആണ് അളക്കുന്നത്. ഒന്ന് ഒരാളുടെ പേഴ്സണാലിറ്റി മെഷേഴ്സ് ആണ്. പെർഫോമൻസിലാണല്ലോ മുഴുവൻ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാളുടെ മെമ്മറി, ഇന്റലിജൻസ്, അതുപോലെ സെൻസറി, പെർസെപ്ഷൻ കാര്യങ്ങളൊക്കെ. പേഴ്സണാലിറ്റിയുടെ കേസിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സിംറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. രണ്ടും രണ്ടാണ്. ഇന്റർ റിലേറ്റഡ് ആണെങ്കിലും രണ്ടും രണ്ട് തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞു വന്നത് സൈക്കോ ഡയഗ്നോസ്റ്റിക്. എങ്ങനെയാണ് നമ്മൾ ഒരു മാനസിക രോഗം ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ മാനസികാവസ്ഥ ഡയഗ്നോസ് ചെയ്യുക? ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരൊറ്റ സോഴ്സിൽ, അതായത് രോഗി പറയുന്നത് മാത്രം കേട്ടിട്ടോ, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ പറയുന്നത് മാത്രം കേട്ടിട്ടോ, അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്ത് മാത്രമോ ഒരു സാധനം കൊണ്ട് മാത്രം നമുക്കൊരു ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്താൻ പറ്റില്ല. വിവിധ സോഴ്സുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓവറോൾ ബിഗ് പിക്ചർ എടുത്തിട്ടാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡയഗ്നോസിസിലേക്ക് ഇന്റർവ്യൂ വരുന്നുണ്ട്, അസസ്മെന്റ് വരുന്നുണ്ട്, ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ഒബ്സർവേഷൻ വരുന്നുണ്ട്. ഈ അസസ്മെന്റിന്റെ കാര്യം അല്ലെങ്കിൽ ടെസ്റ്റിംഗിന്റെ കാര്യമാണ് രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിച്ചത്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ അയാളുടെ മെയിൻ ഒരു വർക്ക് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുക. എന്തൊക്കെയാ ടെസ്റ്റ് ചെയ്യുക? പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, ന്യൂറോ സൈക്കോളജിക്കൽ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് തന്നെ രണ്ട് വേരിയബിൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് പെർഫോമൻസ് വേരിയബിളും ഒന്ന് പേഴ്സണാലിറ്റി വേരിയബിൾ. ഏകദേശം കാര്യങ്ങൾ കിട്ടിയോ എന്ന് പറഞ്ഞേ. ഏകദേശം കാര്യങ്ങൾ കിട്ടിയോ? എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്നും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പഠിപ്പിച്ചതിൽ? എന്തെങ്കിലും ഡൗട്ട്? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നാളെയും കൂടെ നിങ്ങൾക്ക് സൈക്കോ ഡയഗ്നോസ്റ്റിക് തന്നെയാണ്. കാരണം ഞാൻ കൗൺസിലിംഗ് ആൾക്ക് 2 ദിവസം ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നാളെയും സൈക്കോ ഡയഗ്നോസ്റ്റിക് ആണ്. നാളെ മാക്സിമം തീർക്കാൻ പറ്റുന്നിടത്തോളം തീർക്കുക. ഈ ആഴ്ച കൊണ്ട് നമ്മൾ ഫ്രീ ക്ലാസ്സസ് തീർത്ത് അടുത്ത ആഴ്ച നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. കാരണം ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പോഴേ പഠിച്ച റെഗുലർ ആയിട്ട് തുടങ്ങണം. ബാക്കി ഉണ്ടെങ്കിൽ ഫ്രീ ക്ലാസ് ഞാൻ ഒഴിവുള്ളപ്പോൾ എടുത്ത് തീർക്കാണ്. റെഗുലർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ റെഗുലർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ MPCE 011 021 ആണ്. അത് നമ്മൾ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇതിന്റെ റെക്കോർഡ് ഗ്രൂപ്പിൽ ഇടും. ഓഫ് കോഴ്സ് ഇടും. ഇത് ഫ്രീ ക്ലാസ്സിലെ എല്ലാ റെക്കോർഡ്സും നിങ്ങൾക്ക് അവൈലബിൾ. കുഴപ്പമില്ല, എന്തായാലും കണ്ടോളൂ കേട്ടോ. കാരണം സൈക്കോ ഡയഗ്നോസ്റ്റിക് എന്താന്നുള്ളൊരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ ബിഗ് പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്. വേണം, കാരണം ഈ വിഷയം മൊത്തം അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അഡ്മിഷൻ എടുക്കുന്നവർക്ക് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ അതിന്റെ കൂടെ തന്നെ അയക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക്. അപ്പോ തിങ്കളാഴ്ച മുതൽ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. റെഗുലർ ക്ലാസ്സിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോ ആഴ്ചയിൽ ക്ലിനിക്കലിന് എത്ര ദിവസം അങ്ങനെയാണത്? നമ്മൾ വിചാരിക്കുന്നത് 2-3 ദിവസം വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോ 2 ദിവസം ഒരു 1.5 മണിക്കൂർ വെച്ചിട്ടും ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. മാക്സിമം എടുത്തിട്ട് പോകാം. എല്ലാവർക്കും റെഗുലർ ക്ലാസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. റെഗുലർ ക്ലാസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ വിഷയങ്ങളൊക്കെ ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ PGയോട് നിങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യമായിരിക്കും. പിന്നെ പാസ്സാവാനും നല്ല ഇടങ്ങേറാണ്. സോ മാക്സിമം എല്ലാ റെഗുലർ ക്ലാസ്സസിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. Hope the class was productive and informative. നാളെ 7 മണിക്ക് സൈക്കോ ഡയഗ്നോസ്റ്റിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. It's me, Abdullah, signing off. Bye. Good night. Good night, ma'am.